ലാസ്റ്റ് പ്രൊജക്ട് വരെ തെലുങ്കായിരുന്നു. മലയാളം സീരിയൽ ഇഷ്ടപ്പെടാത്തോണ്ടാണ് പോയത്? ഇഷ്ടപ്പെടാത്തോണ്ടല്ല, അവിടെ പോയപ്പോ പിന്നെ അവിടെയായിട്ട് സിങ്കായി. എനിക്ക് തോന്നുന്നു സീരിയലിലായാലും സിനിമയിലായാലും ലൊക്കേഷനിൽ കുറച്ചുകൂടെ റെസ്പെക്ട് കൂടുതൽ കിട്ടുന്ന കേട്ടിട്ടുണ്ട്. തമിഴ് ഇൻഡസ്ട്രിയിലാണെന്ന് കേട്ടിട്ടുണ്ട്. റെസ്പെക്ട് ഇല്ലാന്നല്ല, അതെ, എന്നാലും അവര് ട്രീറ്റ് ചെയ്യുന്ന അവരുടെ ഷൂട്ടിംഗ് പാറ്റേൺ ഒക്കെ നമ്മുടെ ഭയങ്കര ഡിഫറെന്റാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. നമ്മളുടെ അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ തമിഴ്നാട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ ഒരു സ്റ്റേറ്റ് അല്ലേ, അപ്പൊ അവർക്ക് ബിസിനസ് കൂടുതലുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവിടെയുള്ള ഫെസിലിറ്റീസ് ഓഡിയൻസ് കൂടുതലാണ്. ഓഡിയൻസ് കൂടുതലും. കേരളം എന്ന് പറയുന്നത് ചെറിയ നാടല്ല, അപ്പൊ ഇവിടുത്തെ ബിസിനസ് അതിനനുസരിച്ച് കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് ബഡ്ജറ്റ് ബിസിനസ് എന്ന് പറയുന്നത് സീരിയലിനാണ് ഉദ്ദേശിച്ചത്. അവർ വിചാരിക്കും വേറെ ബിസിനസ് ചെയ്യാൻ പോയെന്നുള്ളത്. അത് കഴിഞ്ഞ് തെലുങ്കിലും പോയല്ലേ? തെലുങ്കിൽ എത്ര സീരിയൽ ഇപ്പൊ ചെയ്തു? ഒരു സീരിയലാണ് ഞാൻ ചെയ്തത്. ചെയ്തോണ്ടിരിക്കുന്നത് ഇല്ല, അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 10 ദിവസം വീട്ടിലിരുന്നപ്പോ ഇവരെ വിളിച്ചു. ഇതിനകത്ത് ഈ എങ്ങനെയാണ് നമ്മളെയൊക്കെ മറന്നിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ഇങ്ങനെ നായിക ഉണ്ടേ എന്ന് ഓർമ്മിപ്പിക്കുന്നത്? അതിനാണ് ഇപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. അല്ല, എങ്ങനെയാ ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാ? കാര്യം നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് ഇടാൻ നമ്മൾ ആരും ഓർക്കാൻ ചാൻസസ് വളരെ കുറവാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് വന്നില്ല. ഞാൻ ഈ തെലുങ്ക് പ്രൊജക്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആക്ടിംഗ് ഒക്കെ നിർത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. കാരണം അതുവരെ ഞാൻ ഭയങ്കര ട്രാവലിങ് കാര്യങ്ങൾ, ഞാൻ വയനാട്ടിലായതുകൊണ്ട് നമുക്ക് ട്രെയിനും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ശരിക്കും മടുത്തു. ഇനി ഇങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഇത്രയും നാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വീട്ടിലിരിക്കാമെന്ന് വളരെ സുഖമായിട്ട് വീട്ടിലിരുന്ന് ഒരു 2-3 മാസം കഴിഞ്ഞ് അപ്പം നമുക്ക് ഇനി വേറെ വർക്ക് വരുമ്പോൾ നോക്കാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ ഫിക്സ് ആയിരുന്നു. അത് അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് 10 ദിവസം തെലുങ്ക് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഇവിടെ നിന്ന് എനിക്ക് വിളി വന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ തീരെ താല്പര്യമില്ല, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് കണ്ടിന്യൂസ് അവർ വിളിച്ച സമയത്ത് പിന്നെ എനിക്ക് പേടിയായില്ല. ഇവിടെ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപു ചേട്ടനും പ്രമോദ് ഏട്ടനാണ് വിളിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എന്നെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെയുള്ള ആരെയും എനിക്ക് അറിയില്ല, പക്ഷെ ഈ ഒരു ഫോൺ കോളിലൂടെ നമ്മളൊക്കെ ഭയങ്കര ഫ്രണ്ട്സായി. വിളിച്ച് രാവിലെ എന്നെ വിളിക്കും, മോനിഷ എന്തായി തീരുമാനം? ഞാൻ പറഞ്ഞില്ല ചേട്ടാ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ദിവസം എന്നെ 5-6 വട്ടം വിളിക്കും. അപ്പോഴേക്കും നമ്മൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. പിന്നെ അവസാനം എനിക്ക് ഇവരോടൊരു നോ പറയാൻ ബുദ്ധിമുട്ടായി. എന്തുകൊണ്ടാണ് മോനിഷ തന്നെ ഇവിടെ പ്ലേസ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? ഒത്തിരി പുതിയ അത് ശരിക്കും അവരോട് തന്നെ ചോദിക്കണം. എങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചേട്ടാ എന്നെ തന്നെ എന്താണ് ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ കാരണം? എനിക്ക് തോന്നുന്നു ചാനലിൽ ഞാൻ ഓക്കെ ആയിരുന്നു. ഈ ക്യാരക്ടറിന്റെ ഒരു അപ്പിയറൻസിനും കാര്യങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും. എന്താ പറയാ, ഇനി തമിഴിലും തെലുങ്കിലും പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും കേട്ടോ. കാര്യം മറ്റേ നമ്മുടെ മലയാള സീരിയൽ പറയുമ്പോൾ അതിനകത്ത് കുട്ടിക്കാലം വന്നു, പിന്നെ അത് കുറച്ച് ഏജ്ഡായിട്ട് കാണിച്ചു, ഭയങ്കര എന്താണ് പറഞ്ഞ മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്ന കഥാപാത്രം കാണിച്ചു അല്ലേ? അതിനകത്ത് മിനിസ്റ്ററോ കളക്ടറോ ഉണ്ടല്ലോ, മിനിസ്റ്റർ അല്ലായിരുന്നു. അപ്പൊ അന്നേരം ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്കൊന്ന് അതിലും 7 വർഷം മുമ്പല്ലേ, 7 വയസ്സ് വീണ്ടും കുറവാണ്. അപ്പൊ വീണ്ടും മെച്യൂരിറ്റി കുറവാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്ത മെച്യൂരിറ്റി? അത് പിന്നെ റൈറ്ററുടെ ജോയ്സ് സാറിന്റെ സ്ക്രിപ്റ്റിന് ഒരു മെച്യൂരിറ്റി ഉണ്ടാവും, ഡയലോഗിനും ഭയങ്കര ഒരു പവറുള്ള ഡയലോഗ്. അപ്പൊ അത് ആര് പറഞ്ഞാലും ആ മെച്യൂരിറ്റിയിലേക്ക് വരും. പിന്നെ നമ്മുടെ അപ്പിയറൻസിൽ കുറച്ച് മാറ്റം വരുത്തി, വലിയ പൊട്ട് ഗ്ലാസ് ഒക്കെ വെച്ച്, പിന്നെ കോളറുള്ള ബ്ലൗസ്, അതൊക്കെ വെച്ച് അങ്ങനെ അതൊക്കെ വെക്കുമ്പോഴേ മെച്യൂരിറ്റി. പിന്നെ അന്ന് ഇതിനേക്കാളും മെലിഞ്ഞിട്ടായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ എനിക്ക് അപ്പോൾ ആ സമയത്ത് പ്രൊഡക്ഷൻ മറ്റേ സെപ്പറേറ്റ് മുട്ടയും പഴമൊക്കെ തരുമായിരുന്നു, നായിക്ക് കുറച്ച് വണ്ണം വെക്കണം എന്ന് പറഞ്ഞിട്ട്. അഡീഷണൽ ഫുഡ്. എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടൊരു നായിക്ക് വണ്ണം വെക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ ഫുഡ് കൂടുതൽ കൊടുക്കാനായിരിക്കും. അങ്ങനെ തന്നെ ടാഗ് ലൈൻ കൊടുക്കാൻ കുഴപ്പമില്ല. മുട്ടയും പഴം പാമ്പും കുഞ്ഞിനൊക്കെ കൊടുക്കുന്നല്ലോ മുട്ടയൊക്കെ കൊടുത്തു. പക്ഷെ അത് നല്ല പാമ്പർ ചെയ്ത് ആ സീരിയൽ നല്ല രീതിയിൽ വിജയത്തിലേക്ക് വന്നു. എത്ര വർഷം പോയ സീരിയല്? ഞാൻ ചെയ്തത് 7 മാസം കണ്ട്. പക്ഷെ മൊത്തം സീരിയല് 2 വർഷം. 7 മാസം ഉള്ളായിരുന്നല്ലോ ക്യാരക്ടർ. 7 മാസം. ഞാൻ ലാസ്റ്റ് പാർട്ടിലല്ലേ വരുന്നത്. ഇതിനകത്ത് എന്താണ് കഥ? മാനത്തെ കൊട്ടാരത്തില് എന്റെ ക്യാരക്ടറിന്റെ പേര് വന്ദന എന്നാണ്. ഇതൊരു ഫാമിലി സ്റ്റോറിയാണ്. അതായത് വന്ദനേന്റെ കല്യാണം നടക്കുന്നില്ല, വന്ദനയ്ക്ക് 10-33 വയസ്സായി. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങൾ യഥാർത്ഥ ഒറിജിനൽ വയസ്സാണ് 10-33 വയസ്സാണ്. അയ്യോ എനിക്ക് ചുമ്മാ ചേട്ടാ അത്രയൊന്നുമില്ല. പേഴ്സണലി എന്നോട് വയസ്സ് പറഞ്ഞിട്ടുണ്ട്, അത്രയൊന്നുമില്ല. ഇത് 30-ന് അങ്ങോട്ടേക്കേ ഉള്ളൂ. കുറച്ച് മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, പക്ഷെ പ്രായം വളരെ കുറവാണ്. ചുമ്മാ പറഞ്ഞു. അപ്പൊ അത്രയും വയസ്സുള്ളത് നായികയായിട്ടുള്ള കഥാപാത്രമാണ്. അതെ. ക്യാരക്ടറിന് 33 വയസ്സാണ്. കല്യാണം നടക്കുന്നില്ല, ജാതകദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം നടക്കുന്നില്ല. അപ്പൊ അതിന്റെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റെ സ്റ്റോറി പാർട്ട് അങ്ങനെയാണ്. പക്ഷെ ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 2020 പോലെയൊക്കെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. 10-40 ആർട്ടിസ്റ്റുകൾ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇന്റർവ്യൂ എടുത്തിട്ട് തീരുന്നില്ല. ഞാൻ അരോമയിലെ വീട്ടിൽ പോയി, അവിടെ പോയിട്ട് അവിടെ കുറച്ച് പേരെ എടുത്തു.
ഇവിടെ വന്നപ്പം ഇവിടെ ഇങ്ങനെ അതിനേക്കാളും മഴവെള്ളം പോലെ ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഇനി വരാനുണ്ട് ആർട്ടിസ്റ്റ്. എനിക്കൊന്നും അധികം സീരിയലൊന്നും ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉൾക്കൊള്ളിക്കത്തില്ലല്ലേ? എന്തുകൊണ്ടാണ് ഇതിന് ക്യാരക്ടർ ആവശ്യമാണോ ഇത്രയും? ഇതൊരു കന്നഡ സീരിയലിന്റെ റീമേക്ക് ആണ്. അതിലും ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇതിലും അതേ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അത്രയും ക്യാരക്ടേഴ്സ്, ഇത് പല ബ്രാഞ്ചസ് പോലെയാണ്. പക്ഷെ എല്ലാവർക്കും അന്നം വാങ്ങിക്കാനുള്ള ഒരു വഴി ഈ സീരിയൽ വഴിയുണ്ട്. ഇത്രയും ആർട്ടിസ്റ്റിനല്ലേ? എനിക്കൊന്ന് ന്യൂ കമേഴ്സ് കുറെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് വിഷ്ണു ഒക്കെ ന്യൂ കമർ അല്ലേ? വിഷ്ണു ഉണ്ട് ഇതിനകത്ത്, പിന്നെ സഞ്ജു എന്ന് പറഞ്ഞാൽ അവരൊക്കെ ന്യൂ കമേഴ്സ് അല്ലേ അവരൊക്കെ? അപ്പം അവരോட കോമ്പിനേഷൻ ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ അധികം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. പേഴ്സണൽ ലൈഫിലേക്ക് ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കാര്യം എല്ലാവർക്കും അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. അന്ന് പോയതല്ലേ? എൻ്റെ വീട്ടിലെ ചേട്ടൻ, അമ്മ, അനിയൻ, ചേട്ടൻ്റെ വൈഫ്, 2 കുട്ടികൾ. ഞങ്ങൾക്കൊക്കെ സദ്യ പറഞ്ഞേ. സദ്യ ഇനി അടുത്ത ഓണം ആവട്ടെ. നമ്മള് എപ്പോഴും പറഞ്ഞാലും വയനാട് എന്ന് പറയുമ്പോഴും വയനാടാണല്ലോ നമുക്ക് എപ്പോഴും ആദ്യം ഓർമ്മ ഈ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് നടന്ന ഇൻസിഡന്റ് ആണ്. അപ്പം നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ സംസാരിച്ചു. അത് 50 കിലോമീറ്ററിന് അകലെയാണ് എങ്കിൽ, പക്ഷെ അവിടെ പോയിട്ടുണ്ടോ? അവിടെ ഞാൻ പോയില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു പറയും ഇങ്ങോട്ട് പോവാനേ നമുക്ക് നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അത്. നമുക്ക് പോയി കാണാൻ പറ്റില്ലെന്ന് അവരൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും അവിടുത്തെ അവസ്ഥ എന്താ. അപ്പോൾ പല ആൾക്കാരോടും അവർ സംസാരിക്കുന്ന സമയത്ത് അവരെന്താ പറയുക, ഭയങ്കര ഒരു അതായത് കരയുന്ന പോലും ഇല്ല ആൾക്കാർ. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അവരിങ്ങനെ കേട്ടില്ല എന്നുള്ളൊരു മരവിച്ചു. അതായത് കരയാൻ പോലും ഇല്ല ഇനി എന്നുള്ളൊരു അവസ്ഥയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വയനാട് എന്ന് പറയുമ്പോൾ അത് മൊത്തം വയനാടിനെ ബാധിച്ചു. വയനാടിൻ്റെ ഒരു കോർണറിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ വയനാടിനെ മൊത്തം ബാധിച്ചപ്പോൾ വയനാടിൻ്റെ ഒരു ബിസിനസ് ഏരിയനെയൊക്കെ അത് ബാധിച്ചു. അപ്പോൾ പല റിസോർട്ടുകളിലും കാര്യങ്ങളിലൊന്നും ആളില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അതെ. അയ്യോ, ഞാൻ എപ്പോഴും വിചാരിക്കും ആ ഭാഗത്തുള്ള ആൾക്കാർ എങ്ങനെയാ കിടന്നുറങ്ങുന്നത്, ഒരു നടുക്കുണ്ടാവും. അതെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു എന്താന്ന് മനസ്സിലാക്കി വരുന്നതിന് മുന്നേ നടന്നില്ല. ഉറക്കത്തിൽ തന്നെ പോയവരുണ്ട്. അത് ഭയങ്കര ഒരു ഇൻസിഡന്റ് തന്നെയാണ്. ആ സമയത്ത് സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ നൽകാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഈ ഫണ്ടിനും ഇതിനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മോനിഷടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ പോയിട്ട് നിന്ന് നോക്കി കണ്ട് ചെയ്ത് അല്ലെങ്കിൽ സംഘടനകളുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്താ മോനിഷ അതിന് നമ്മള് എന്താണ് ഫണ്ട് അങ്ങനെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇപ്പം മോനിഷ ഇപ്പം വയനാടാണ്. എല്ലാരും ആദ്യം ചോദിക്കുന്നത് പിന്നെ ഇപ്പം ആ സമയത്ത് മോനിഷയെ വിളിച്ചവരുണ്ടായിരിക്കും ഇൻസിഡന്റ് നടന്ന സമയത്ത്. അപ്പോഴെവിടെയായിരുന്നു ആ സമയത്ത്? ഞാന് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാന് ഭയങ്കര മഴയുള്ള ദിവസം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം അന്ന് ഇവിടെ എത്തുന്നതിന് മുന്നേ എനിക്ക് രാവിലെ തന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല എന്താ നടന്നതെന്ന്. നോക്കുമ്പോൾ എന്നോട് നീ സേഫാണോ ചോദിച്ചാൽ എന്താ കുഴപ്പമെന്താ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അപ്പോഴാണ് പിന്നെയാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ബസ്സിലിരുന്നിട്ടാണ് ഞാൻ കാര്യം അറിയുന്നത്. അപ്പോഴും ഞാനിത് എത്ര വലിയൊരു സംഭവം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ന്യൂസ് എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇത് ഇത്രയും ആൾക്കാർ മരിച്ചു, ഇത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് മനസ്സിലാവും. അതെ. അതായത് നമ്മൾ ഈ അവിടെ ചെന്ന് നോക്കിയാൽ ഈ വലിയ വീടിന്റെ ഒക്കെ സ്ഥാനത്ത് വലിയൊരു പാറക്കല്ല് നിൽക്കുകയാണെന്നാ പറയുന്നത്. അങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ ചെറുതല്ല, വലിയ അത്ര വന്നു. അങ്ങനെ അവിടെ ആ ഏരിയ ഇല്ല, അങ്ങനെ ഒരു നാടേ ഇല്ല. സ്കൂളുകള് വീടുകൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ ഒരു നാടില്ല എന്നുള്ളതായി ഇപ്പൊ അവിടെ. അതൊരു ടൂറിസ്റ്റ് ഏരിയ ആയിരുന്നു അത്. അത് അത്യാവശ്യം ഒരു ഇതുള്ള ഏരിയ തന്നെയായിരുന്നു. ഒരു ചെറിയ ഗ്രാമമാണ്. പക്ഷെ എന്താ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ല. നമുക്കിങ്ങനെ സങ്കടപ്പെടാനേ പറ്റുള്ളൂ.